ഞങ്ങളുടെ ചെയർമാൻ ശ്രീ കൊച്ചേശ്വർ സാറിന് ഗ്രീൻ ബിൽഡിംഗ് കൺസെപ്റ്റുകളോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ ബിൽഡിങ്ങുകളിലും സോളാർ പാനൽ ഞങ്ങൾ വെച്ച് പോകാറുണ്ട്. ഇപ്പം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ പോലും എല്ലാത്തിലും നമ്മൾ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഗ്രീൻ എനർജി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സാണ് സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യൻ തരുന്ന ഊർജം അല്ലെങ്കിൽ സൂര്യരശ്മികൾ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സോളാർ പാനൽസിൽ നമുക്ക് കിട്ടുന്ന സോളാർ എനർജി DC കറണ്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ DC കറണ്ട് എല്ലാ പാനൽസിലെയും കളക്ട് ചെയ്തതൊക്കെ നമുക്ക് DC DBയിലാണ് വരുന്നത്. ഈ DC DBയിൽ DC കറണ്ടിന് പ്രൊട്ടക്ഷൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർജ് അറസ്റ്റേഴ്സ് ഉണ്ട്. എന്തെങ്കിലും സർജ് വന്നു കഴിഞ്ഞാൽ അതിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സർജ് അറസ്റ്റേഴ്സ് ഉണ്ട്. ഈ കിട്ടുന്ന DC കറണ്ടിനെ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകളിലോ വീടുകളിലോ എങ്ങും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കതിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ AC ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻവെർട്ടറുണ്ട്. ഈ ഇൻവെർട്ടറാണ് നമ്മൾ സോളാറിൻ പാനലിൽ നിന്ന് കിട്ടുന്ന DC എനർജിയെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എനർജി നമ്മുടെ ഒരു AC DBയിലാണ് വരുന്നത്. ഇങ്ങനെ കിട്ടുന്ന AC എനർജി നമ്മുടെ ഉപയോഗത്തിന് ശേഷം നേരെ KCB ഗ്രിഡിലേക്കാണ് പോകുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്നാണ്. ഇതേപോലെ തന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റവും ഉണ്ട്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് ഒരു വലിയൊരു ബാറ്ററി ബാങ്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലം വേണം. ബാറ്ററി മെയിൻ്റനൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തണം. ഒരു 5 വർഷം കൂടുമ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു കോസ്റ്റ് ആണ് നമുക്ക് വരുത്തി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാത്തത്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ റിക്കറിങ് കോസ്റ്റ് വളരെ കുറവാണ്. നമുക്ക് ഒരു 2 വീക്സ് കൂടുമ്പോൾ പാനലൊന്ന് ക്ലീൻ ചെയ്യണം. 2-3 ഇയേഴ്സിൽ ചിലപ്പോൾ കേബിൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കേബിൾ ചിലപ്പം കണക്റ്റേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആ കോസ്റ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഓഫ് ഗ്രിഡിനെ അപേക്ഷിച്ച് വളരെ നല്ലത് ഓൺ ഗ്രിഡ് സിസ്റ്റം തന്നെയാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എത്രയാണെന്ന് അറിയാനായിട്ട് നമ്മളൊരു നെറ്റ് മീറ്റർ കൊടുക്കുന്നുണ്ട്. ആ നെറ്റ് മീറ്ററിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര എക്സ്പോർട്ട് ചെയ്തു, അതായത് KSEBക്ക് എത്ര കൊടുത്തു എന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ KSEBയിൽ നിന്ന് നമ്മൾ എത്ര ഇമ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമുക്ക് KSEB ബില്ല് ചെയ്യുന്നത്. ഈ സോളാർ പാനൽസ് എല്ലാത്തിനും 25 ഇയേഴ്സ് പെർഫോമൻസ് വാറൻറ്റി എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടറുകൾക്ക് 5 to 12 ഇയേഴ്സ് വാറൻറ്റി ആണ് പല കമ്പനികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്.